ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ പോകുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മരിയാപുരത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടെ ഒരു പഴയ പാറമടയുണ്ട്. പൂട്ടിപ്പോയിട്ട് കുറച്ച് വർഷങ്ങളായി. 2018 പൂട്ടിപ്പോയതാണ്. പാറമട തന്നെയല്ല, അതിനൊപ്പം ക്രഷറും കൂടെ ഉണ്ടായിരുന്നു. അവിടെ തന്നെ പൊട്ടിച്ച് കല്ലെടുത്ത് അത് പൊടിച്ച് അതുപോലെ മെറ്റലും അതുപോലെ പാറപ്പൊടിയൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ അത് 2018 കൂടി നിന്നുപോയി. എൻ്റെ ലൈസൻസിൻ്റെ കാലാവധി തീർന്നപ്പോൾ അവർ നിർത്തി പോവുകയാണ് ചെയ്തത്. അതുപോലെ അവിടുത്തെ തന്നെ പഴയ സ്റ്റാഫുകളായ 2 ചേട്ടന്മാർ അവിടെ ഇപ്പോൾ പറമ്പൊക്കെ നോക്കി നടത്തുന്നുണ്ട്. നല്ല കൃഷിയും കാര്യങ്ങളും, അതുപോലെ കന്നുകാലി, പോത്ത്, പിന്നെ മീൻകുളത്തിൽ 2 വലിയ കുളമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അതുകൊണ്ട് മീൻകുളത്തുനിന്നൊക്കെ ഉണ്ട്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഇവിടെ പ്ലാസ്റ്റിക് ഒന്നും നടക്കില്ല. അതുപോലെ തന്നെ ഡാം തൊട്ടടുത്തുള്ളതുകൊണ്ട് ഇവിടെ ഒരു പരിപാടി നടക്കുകയില്ല. അതുകൊണ്ടാണ് ഇത് നിന്ന് പോയത്. ഞാനൊക്കെ നേരത്തെ റിപ്പർ ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ വന്ന് ഒരുപാട് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ക്രഷർ എത്തി. CMJ ഗ്രാനൈറ്റ്സ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നിന്ന് പോയ പിന്നെ ഇവിടെ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല. അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ. കണ്ട ആ മല നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഒരു പകുതിയോളം പൊട്ടിച്ചിറങ്ങിയിട്ടുണ്ട്. അങ്ങ് ദൂരെ കാണുന്ന പാണ്ടിപ്പാറ എന്ന് പറഞ്ഞ ഭാഗങ്ങളൊക്കെയാണ്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. അപ്പോൾ നമുക്ക് ഇതിലെ മുകളിലേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ 2 സ്റ്റെപ്പായിട്ടാണ്. അപ്പോൾ 2 കുളങ്ങളുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പിൽ ഒരു വലിയൊരു കുളമുണ്ട്. അതിൽ നിന്നും പിന്നെയും മേലോട്ട് പോകുമ്പം വലിയൊരു കുളം വേറെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ നടന്നതിലെ കയറി വന്നിട്ടുണ്ട്. നമ്മൾ ആ ദൂരെ കാണുന്നതിൻ്റെ ക്രഷർ കല്ല് പൊട്ടിക്കുന്ന ഭാഗങ്ങളൊക്കെയാണ്. മെഷീനറീസൊക്കെ അവർ അഴിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ ഇരുമ്പും അതുപോലെ ആക്രി ഭാഗങ്ങളൊക്കെ ഇവിടെ ഉള്ളൂ. താഴെ ഒരു സ്റ്റെയറും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ വണ്ടി താഴെ കിടക്കുന്നു. അതുപോലെ ഈ വേലി കിട്ടിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാമല്ലോ, ആ ഭാഗത്താണ് കുളം. വലിയ കുളമാണ്. അവരുടെ നല്ല രീതിയിൽ ആഴമൊക്കെ ഉള്ളതാണ്. അത്യാവശ്യം മീനും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. മീൻ വളർത്തുന്നൊരു സ്ഥലം കൂടിയാണത്. അപ്പോൾ ഞാൻ നേരത്തെ ടിപ്പർ ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതിലേക്ക് കയറി വന്ന് കല്ലെടുക്കാനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് ഇവിടെ ഈ താഴെ ഈ കുളമൊന്നും ഇല്ലായിരുന്നു. അന്ന് മേലെ മാത്രമേ ഒരു കുളം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ കുളമായിട്ട് കാണുന്ന ഭാഗമെല്ലാം അന്ന് ഭയങ്കര പാറയായിരുന്നു. അപ്പോൾ ആ പാറയെല്ലാം ഇങ്ങനെ പൊട്ടിച്ച് ബ്രേക്കറൊക്കെ കൊണ്ട് ബ്രേക്ക് ചെയ്ത് അതുപോലെ അങ്ങനെയാണ് ഈ കുളം രൂപപ്പെട്ടത്. ഇത്രയും വലിയൊരു കുളം നമുക്കിവിടെ കാണാൻ സാധിക്കും. പക്ഷേ പണ്ട് ഈ ഭാഗത്ത് കുളമല്ലായിരുന്നു, മൊത്തം പാറക്കല്ലുകളും കാര്യങ്ങളുമായിരുന്നു. അതെല്ലാം പൊട്ടിച്ച് ഇതുപോലെ തന്നെ താത്തിയിട്ടാണ് ഇവിടെ കുളമായി വന്നത്. പാറ എന്ന് പറയാൻ പറ്റില്ല, കാരണം വലിയൊരു മല പകുതിയോളം ഇടിച്ച് നിരത്തിയാണ് ഇവിടെ ഇതുപോലെ ആക്കിയത്. നമുക്ക് ഈ ഒരു മഴക്കാലത്ത് ഈ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. വെള്ളമൊക്കെ നല്ല പച്ച കളറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മീനുകളുണ്ട് കുറേ, പക്ഷേ ഇപ്പോൾ നമുക്കിത് കാണാൻ പറ്റില്ല. വേനലാകുമ്പോൾ വെള്ളം കുറയുമ്പോഴാണ് നമുക്ക് മീനുകളിങ്ങനെ മേലെ നോക്കി കാണാം. അവിടെ എന്തോ ഒരു ഓളം വെട്ടിയിട്ടുണ്ട്. ചിലപ്പം ചെറിയ മീനുകളല്ല വലിയ മീൻ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. മഴക്കാലമാണെപ്പോലും മഴയൊന്നും ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് നമുക്കിപ്പോൾ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ചെറിയ വെയിലുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെടും, താഴേക്ക് ഇറങ്ങി ഓടേണ്ടി വരും. താഴെയാണ് വണ്ടി കിടക്കുന്നത്. ഇങ്ങോട്ട് കയറി വന്നാൽ ഇത്തിരി ദൂരമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു നെല്ലിമരമുണ്ട്. പണ്ട് ഞങ്ങൾ കൂട്ടുകാരായിട്ട് വന്നപ്പോൾ ഇവിടുന്ന് നെല്ലിക്കയൊക്കെ പറിച്ചിട്ടുണ്ട്. ഇത് ദൂരെ കാണുന്നതാണ് പ്ലാന്റ്. അവിടെ കൊണ്ടാണ് നമ്മൾ ടിപ്പറിനെ കല്ല് കൊണ്ടിട്ടിട്ട് ആ കല്ല് താഴേക്ക് പോയി 3-4 സെക്ഷനായിട്ട്, പ്രൈമറി, സെക്കൻഡറി എന്നൊക്കെ പറഞ്ഞ് കുറേ സെക്ഷനുണ്ട്. അതിൽ കല്ല് ചെന്ന് ചാടിയിട്ട് അത് ക്രഷ് ചെയ്ത് അതുപോലെ പൊടിച്ച് പല അളവിൽ പല സൈസിൽ ഇതുപോലെ താഴെ വന്ന് ചാടിക്കൊണ്ടിരുന്നത്. ഈ വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ചാടാൻ തോന്നും, കാരണം അത്ര നല്ല വെള്ളമാണ്, നല്ല ശുദ്ധമായ ജലമാണ്. അതുപോലെ തന്നെ നല്ല തണുപ്പുമാണ്. മഴ പെയ്യുന്നതനുസരിച്ച് വെള്ളം കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ മേലെ നിന്ന് ഉറവയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ കാണുന്നതാണ് നമ്മുടെ കല്ലെല്ലാം കൂടെ കൊണ്ടിട്ട് പൊടിക്കുന്ന സ്ഥലമല്ല, നമ്മുടെ വലിയ പാറക്കഷ്ണങ്ങൾ ടിപ്പറിന് കയറ്റി ഇവിടെ കൊണ്ട് നിടും. അത് താഴേക്ക് പോയാണ് പല അളവിൽ പല സൈസായിട്ട് ഇങ്ങനെ പൊടിഞ്ഞു വരുന്നത്. കണ്ടോ, നമുക്ക് ആ ദൂരെ ആ ഭാഗത്ത് നോക്കിയാൽ കാണാം. ആ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പൊട്ടിച്ച് ഈ സൈഡ് മൊത്തം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ താഴെ ലെവൽ ചെയ്ത് താഴേക്ക് വന്നപ്പോഴാണ് ഇതുപോലെ കുഴിച്ച് അവർ കുളമാക്കിയത്. അതുപോലെ ഇതേ മേലെ നോക്കുമ്പോൾ ആ ഭാഗത്തൊരു വേറൊരു വലിയൊരു കുളം കൂടി ഉണ്ട്. ഇത്ര വലുതല്ലേ പോലും അത്യാവശ്യം വലിപ്പത്തിലുള്ളൊരു കുളമാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് കുറച്ച് അങ്ങോട്ട് കയറി പോവാം. നമ്മളിവിടെ ഇവിടുത്തെ ഭംഗിയൊക്കെ ഒന്ന് കണ്ടിട്ട് അടുത്ത മഴയ്ക്ക് മുന്നേ മേലോട്ട് പോകാൻ നമ്മൾ വിചാരിക്കുന്നത്. ഇവിടെ വന്നിട്ട് നമുക്ക് പോകാൻ തോന്നുന്നില്ല. മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ പണിയാണ്. അതിലേ നമുക്ക് വേണേൽ മേളിലേക്ക് കയറിപ്പോകാം. പക്ഷേ ഇപ്പോൾ ഈ മഴക്കാലത്ത് പറ്റില്ല. വേനലാണെങ്കിൽ നമുക്ക് അതിലെ പിടിച്ച് കയറി പോകാൻ പറ്റുന്നതാണ്. അത് ദൂരെ കണ്ടോ.
കഴിഞ്ഞ വേനൽക്കാലത്ത് ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ബോട്ട് പോലൊരു സംഭവം കണ്ടായിരുന്നു. മറ്റേ 200-ൻ്റെ ജാറ് വെച്ചിട്ട് അതിലെന്തൊക്കെയോ ഒരു പലകയൊക്കെ വെൽഡ് ചെയ്തിട്ടിട്ട് ഇതിലെ തുഴഞ്ഞു പോകാൻ വേണ്ടി. അതൊന്നും ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ നല്ല മഴയാണ്. ഞാനിതിൻ്റെ മേലത്തെ കുളത്തിലേക്ക് പതിയെ കയറി പോവാണ്. അപ്പോൾ ഞാനൊരു പകുതി വരെ ആയപ്പോഴത്തേക്കും മഴ കാരണം ഇവിടെ നിന്നതാണ്. കാരണം മഴ പെയ്യുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. കുറച്ചുകൂടെ മേലെ കയറുമ്പോൾ നമുക്ക് മറ്റേ കുളത്തിൻ്റെ അടുത്ത് ചെല്ലാം. അത് ഇത്ര വലിപ്പമൊന്നുമില്ല, ചെറിയ കുളമാണ്. പക്ഷെ അവിടെ ഒന്ന് താഴ്ത്ത് നോക്കിയാൽ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇതാണ് വഴി തീർത്ത് മോശമാണ്. കാറ്, ബൈക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കയറി വരില്ല. അങ്ങനെ പെട്ടെന്ന് പുറത്തുനിന്നുള്ളവർക്കും അങ്ങനെ കയറി വരാൻ പറ്റിയൊരു സ്ഥലമല്ല കേട്ടോ. കാരണം ഇവിടെ 2 പേര് വേറെ ആൾക്കാരുണ്ട്. അവരുടെ പെർമിഷൻ ഇല്ലാണ്ട് നമുക്ക് അങ്ങനെ അതിക്രമിച്ച് കയറാനൊന്നും പറ്റില്ല. നമ്മുടെ പരിചയത്തിലുള്ള 2 ചേട്ടന്മാരായതുകൊണ്ടാണ് നമ്മളിങ്ങോട്ട് കയറി വന്നത്. അവരോട് ചോദിച്ചിട്ട് നമുക്കിവിടെ കയറി വരുമ്പോൾ ഒരു ചെറിയൊരു മാവ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ചുവട്ടിൽ കല്ലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേനൽക്കാലത്ത് ഇവിടെയാണ് ഇവിടെ പണിതുകൊണ്ടിരുന്ന ഒരു കല്ലിൻ്റെ ചുവട്ടിലേക്ക് ഇരുന്ന് വിശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിപ്പം മഴ പെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടിയിൽ കയറി നിൽക്കാൻ പറ്റും. അപ്പോൾ മഴ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ മേലെ എത്തിയിട്ടുണ്ട്. മേലെ എന്ന് പറഞ്ഞാൽ ആ മലയുടെ പകുതി പോലും നമുക്ക് എത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു തട്ടുണ്ട്. ആ തട്ടിലാണ് ഈ കുളം കാണാൻ സാധിക്കുന്നത്. താഴത്തെ കണ്ട അത്രയും വലിയ കുളമല്ലേ പോലും നല്ല ആഴമുള്ളൊരു കുളമാണ്. ഇവിടെ മീനുണ്ട്. മീൻ വളർത്തുന്ന സ്ഥലം തന്നെയാണ്. ഇപ്പോൾ നമുക്ക് മീനെയൊന്നും കാണാൻ സാധിക്കില്ല. മേലെ ഒരു തട്ടും കൂടെ ഉണ്ട്, പക്ഷെ അവിടെ കുളമൊന്നുമില്ല. എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ നമുക്ക് ഈ ആദ്യമല്ല രണ്ടാമത് കാണുന്ന മേലത്തെ കുളം വേനലായിപ്പോലും വറ്റില്ലെന്നാണ്. ഇനി നല്ല ശക്തമായ വേനൽ വരുമ്പോൾ പറ്റുമെന്ന് അറിയത്തില്ല. നമുക്കിത് മേലെ ഒന്ന് താഴേക്ക് നമുക്ക് കണ്ട നല്ല ഭംഗിയുണ്ട് താഴത്തെ കുളം കാണാൻ. അതിനൊരുപാട് നല്ല വലിപ്പമുള്ള കുളമാണ്. വലിപ്പം ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ കുറച്ച് ഭാഗത്തേക്ക് ആഴം ഉണ്ടാവും എന്നുള്ളത് തോന്നുന്നു. ബാക്കിയൊക്കെ മഴ കാരണം വെള്ളം കയറി കിടക്കുന്നതായിരിക്കാം. അതുപോലെ നമുക്ക് ദൂരെ കാണുന്നതാണ് പാണ്ടിപ്പാറ മല. അങ്ങോട്ട് നമുക്ക് പോകാം ഒരു ദിവസം. അതുപോലെ തന്നെ അത് നല്ലൊരു ഡേഞ്ചറായിട്ടുള്ള ഏരിയ ആണ്. അങ്ങനെ പെട്ടെന്ന് മഴക്കാലത്ത് മഞ്ഞുള്ളപ്പോൾ കയറി പോകാൻ പറ്റില്ല ആ മലയിലേക്ക്. അതുപോലെ തന്നെ നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ പാറമല സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഡാമിന് വെള്ള പെയിൻ്റ് അടിച്ചേക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റുന്നതാണ്. ദൂരെ നോക്കിയാൽ കാണാം. കുറച്ചുകൂടി ഒന്ന് അടുത്തേക്കൊന്ന് പോയി നോക്കട്ടെ, അപ്പോൾ നമുക്ക് കാണാൻ പറ്റുമെന്നറിയാം. അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, നല്ല ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണ്. ആരും ഒറ്റയ്ക്ക് വരാൻ ശ്രമിക്കരുത്. ഈ ഭാഗത്തേക്ക് വന്നാൽ തന്നെ അവരുടെ അനുവാദത്തോടു കൂടിയേ കയറി വരാവുള്ളൂ. അതെ, നമുക്ക് ദൂരെ ഡാം കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഇടുക്കി ആർച്ച് ഡാമാണ് കാണുന്നത്. ചെറുതോണി ഷട്ടർലോ ഡാം നമുക്ക് കാണാൻ പറ്റില്ല. അത് ഇതിൻ്റെ മറു സൈഡിലാണ്. ദൂരേക്ക് നോക്കിയാൽ നമുക്ക് ഡാം കാണാം. അത്ര വ്യക്തതയില്ലേ പോലും നമുക്ക് കാണാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആരും തന്നെ ഈ ഭാഗത്തേക്ക് കയറി വരാണ്ടിരിക്കുക. ഇവിടെ 2 ചേട്ടന്മാരുണ്ട്. താഴെ അവർക്ക് താമസിക്കാനുള്ള ഒരു റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ആരെങ്കിലും ഇവിടെ വരുവാണെങ്കിൽ അവരോട് ചോദിച്ചിട്ട് അനുവാദം മേടിച്ചതിന് ശേഷം മാത്രമേ കയറി വരാവുള്ളൂ. അത് ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ ഏറ്റവും സൈഡിൽ തുമ്പത്തായിട്ടാണ് വന്നിരിക്കുന്നത്. അവിടെ നിന്ന് വന്നു നിൽക്കാൻ പാടില്ല. കാരണം അവിടെയൊക്കെ മുള്ളുവേലിയിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. കാരണം താഴേക്ക് ചാടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ പോലും കിട്ടുകയില്ല. ആരും തന്നെ അങ്ങോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കമ്പി വേലി കിട്ടിയേക്കുന്നത്. അതുപോലെ ആരും ആ ഭാഗത്തേക്ക് പോകാണ്ടിരിക്കുക. എനിക്ക് നേരത്തോട്ട് ചെറുപ്പം തൊട്ട് അറിയാവുന്നൊരു സ്ഥലമായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്ര അടുത്ത് വന്ന് നിൽക്കുന്നതൊക്കെ. പക്ഷെ മഴക്കാലത്ത് അങ്ങനെയൊന്നും പോയി നിൽക്കാൻ പാടില്ല ആരും. ഇപ്പോൾ ഇതേ നല്ല മഴ പെയ്യുന്നുണ്ട്. പിന്നെയും നല്ലവണ്ണം വെച്ചാൽ നല്ല ശക്തിയായിട്ടുള്ള മഴയാണ് പെയ്യുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ മാവിൻ്റെ ചുവട്ടിൽ ഞാൻ ഇങ്ങനെ വന്ന് കയറി നിൽക്കുകയാണ്. അപ്പോൾ ഇതേ മഴ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ആ മഴ പെയ്ത വെള്ളം മൊത്തം ആ മലയക്കടെ ഒഴുകി താഴേക്ക് വരുന്നുണ്ട്. 3-4 സ്ഥലത്തായിട്ട് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫോഴ്സിലാണ് വെള്ളം വരുന്നത്. ഇതെല്ലാം താഴത്തെ കുളത്തിലേക്കാണ് പോകുന്നത്. എന്ത് ഭംഗിയല്ലേ കാണാൻ. എനിക്ക് വന്നിട്ട് 2 വർഷം കൂടി സമയം കിട്ടിയായിരുന്നു ഇവർ ഈ മല മുഴുവൻ പൊട്ടിച്ച് തകർത്തേനെന്ന്. 2018 നിന്ന് പോയത് നന്നായി. പക്ഷെ നിന്ന് പോയതുകൊണ്ട് ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ടു കേട്ടോ. അതുപോലെ ടിപ്പറുകൾക്കൊക്കെ ആണെങ്കിലും ഓട്ടം കുറഞ്ഞു. അതുപോലെ ഈ ഭാഗത്ത് വീടൊക്കെ ആർക്കെങ്കിലും വെക്കണമെങ്കിൽ, ഈ ഭാഗത്തുനിന്നല്ല നമ്മുടെ ഈ പഞ്ചായത്തിൽ വീട് വെക്കണമെങ്കിൽ 2-3 പഞ്ചായത്തുകളിൽ വീട് വെക്കണമെങ്കിൽ ഇപ്പോൾ തൊടുപുഴയിൽ നിന്ന് സാധനങ്ങൾ മെറ്റീരിയൽസ് കൊണ്ടുവരേണ്ട അവസ്ഥയാണ്. കാരണം ഈ ഒരു മട നിന്ന് പോയതുകൊണ്ട് ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ചിലവ് കൂടിയിട്ടുണ്ട്. കാരണം നമുക്ക് കല്ല്, അതുപോലെ മണൽ, പിന്നെന്താ മിറ്റിൽ, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കിട്ടാനില്ലാണ്ടായി. ഇപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ വേണേൽ തന്നെ നമ്മൾ തൊടുപുഴ പോയി വേണം എടുത്തുകൊണ്ട് വരാൻ.
ഇവിടുത്തെ മുതലാളിമാർ നിർത്തിപ്പോൾ അവർ കർണാടകത്തിൽ വേറെ ക്രഷറും കാര്യങ്ങളൊക്കെ തുടങ്ങി. കുറച്ച് പണിക്കാരെയൊക്കെ അവർ അങ്ങോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ ഇവിടുന്ന് പോകാൻ പറ്റാത്ത സ്ഥിതിയിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ തന്നെ കൂടി മറ്റു പണികളൊക്കെ ആയിട്ട്. ഇവിടെ മഴ മാറിയിട്ട് വെള്ളം ഒഴി തീർന്നിട്ടില്ല. കാരണം ആ മലയിലുള്ള വെള്ളം, ആ പെയ്ത വെള്ളം മുഴുവൻ താഴേക്ക് ഒഴുകി വന്നാലാണ് അത് നിൽക്കുകയുള്ളൂ. നല്ല ശക്തിയിലാണ് വെള്ളം ഒഴുകുവാൻ. എല്ലാം ഈ താഴത്തെ കുളത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ താഴെ വന്നപ്പോൾ ആദ്യം പറഞ്ഞിട്ട് നമുക്ക് മേലേക്ക് കയറി വരാൻ ഇതിലൊരു വഴിയുണ്ടെന്ന്. ഞാൻ ആ ഭാഗത്തേക്കൊന്ന് പോയി നോക്കുകയാണ്. കാരണം പണ്ട് വേനൽക്കാലത്ത് ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടി വന്നപ്പോൾ ഇതിലേ ഇറങ്ങി താഴേക്ക് പോയിട്ടുണ്ട്. ഇത് ഡേഞ്ചറാണ്. മഴക്കാലത്ത് ഇതിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഭയങ്കരമായിട്ട് തെന്നുന്നുണ്ട്, നല്ല വഴുക്കലൊക്കെ ഉണ്ട്. വേനൽക്കാലത്ത് വരുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ല, ഇതിലെ ചാടി ഇറങ്ങിയാലും പോകാം. അതുപോലെ തെന്നത്തൊന്നുമില്ല. ചെറിയ കുളമാണെന്ന് ഞാൻ പറഞ്ഞെങ്കിലും അത്യാവശ്യം നല്ല വലിയൊരു കുളം തന്നെയാണ്. പിന്നെ താഴത്തെ കുളത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്രയും വ്യാസമില്ലെന്നേ ഉള്ളൂ. നല്ല നല്ല ആഴമുണ്ട്. ഞാൻ പറഞ്ഞ ആ ഒരു വഴി ഇതാണ്. ഇതിൽ നമുക്ക് ഇറങ്ങിപ്പോകാൻ പറ്റുമോ നോക്കാം. പറ്റത്തില്ല, കാരണം നല്ല പായലുണ്ട്. മഴയൊക്കെ പെയ്ത് തെന്നി കിടക്കുവാണ്. നമുക്കിതിൽ ഇറങ്ങാൻ സാധിക്കില്ല. ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ തെന്നി വീഴും. അതുകൊണ്ട് നമ്മൾ പതിയെ വന്ന വഴി തന്നെ തിരിച്ചു പോകാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് താഴെ നിന്ന് ഇതുപോലെ മേലേക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും. നമുക്ക് വലിയൊരു മലയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഒരു 3/4% പൊട്ടിച്ച് താഴെ ഇറങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഭയങ്കര വലിയൊരു മലയായിരുന്നു. താഴേക്ക് നോക്കിയാൽ പേടിയാവും. നമ്മൾ വേനൽക്കാലത്ത് ഇറങ്ങിയ പോലെ മഴക്കാലത്തപ്പോൾ ഇറങ്ങാൻ സാധിക്കില്ല. പയ്യെ വന്ന വഴി തന്നെ തിരിച്ചു പോകാമെന്ന് വിചാരിക്കുന്നു. അതും ഡേഞ്ചറാണ്. വീതിയില്ലാത്തൊരു ചെറിയൊരു സ്ഥലത്തോടെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നതും അതുപോലെ തിരിച്ച് പോകാൻ പോകുന്നതും. നമുക്ക് ഡാം ഒരിക്കൽ കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് മലകളൊക്കെ കാണാം. അപ്പോൾ എന്തായാലും വന്ന വഴി കൂടെ തന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ്. അതേ ഭാഗത്തേക്ക് ഒരു രക്ഷയില്ല നമുക്ക് ഇറങ്ങാൻ. അതുകൊണ്ട് നമ്മൾ പതിയെ തിരിച്ചു പോവുകയാണ്. അല്ലെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് ഇതിൽ തന്നെ ഇറങ്ങി താഴേക്ക് പോകുമായിരുന്നു. എന്തായാലും ഇവിടെ അതിൽ നേരം നിൽക്കുന്നില്ല. അടുത്ത മഴ അങ്ങോട്ട് പെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മേലെ നിന്നില്ല കല്ലൊക്കെ ഉരുണ്ട് വന്നാലും നമ്മൾ അറിയില്ല. വീതിയില്ലാത്തൊരു സ്ഥലമാണ്. നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട്. എന്തായാലും പതിയെ തിരിച്ചങ്ങ് പോവുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മഴക്കാലമായിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോവുകയാണ്. മേലെ ഒരു വലിയ മലയാണ്. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് വല്ല കല്ലോ കാര്യങ്ങളൊക്കെ ഉരുണ്ട് വന്നാൽ നമ്മൾ അറിയില്ല. നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റില്ലാത്തൊരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ പതിയെ തിരിച്ചിറങ്ങി താഴേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ വന്ന വഴി കൂടെ തന്നെ ഇറങ്ങി പോവുകയാണ്. വഴി തീർത്ത് മോശമാണ്. മഴ പെയ്തിട്ട് മണ്ണെല്ലാം ഒലിച്ചു പോയി, പാറക്കല്ലെല്ലാം തെളിഞ്ഞ് നിൽക്കുകയാണ്. എന്തായാലും താഴേക്ക് ഇറങ്ങി വരുമ്പോൾ നമുക്കിതിൻ്റെ പകുതി ഭാഗത്തുനിന്ന് ഒന്നുകൂടെ താഴത്തെ കുളമൊന്ന് കാണാം. കണ്ടോ, ഒരിക്കൽ കൂടെ നമുക്ക് ആ കുളമൊന്ന് കണ്ടിട്ട് പോവാം. ഇതിലെല്ലാം കമ്പി വേലി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ തുമ്പത്തേക്ക് ആരും പോകരുതെന്നുള്ള ഇതുകൊണ്ടാണ് അങ്ങനെ കമ്പി വേലി ഇട്ടേക്കുന്നത്. എന്തായാലും നമ്മൾ തിരിച്ചിറങ്ങി പോവുകയാണ്. ഈ ഭാഗത്തുനിന്ന് പോകാൻ തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ താഴെ വന്നിട്ട് നമ്മൾ ഒന്നുകൂടെ ആ മലയുടെയും അതുപോലെ ആ കുളത്തിൻ്റെയൊക്കെ ആ ഒരു ഭാഗം ഒന്നുകൂടെ നമ്മൾ വീഡിയോ എടുക്കുകയാണ്. ചെറിയ മഴ ചെറുതായിട്ട് പെയ്ത് വരുന്നുണ്ട്. ആദ്യം ഒരു മഴ പെയ്തിട്ടങ്ങ് മാറി. ഇപ്പോഴത്തെ അടുത്ത രണ്ടാമത്തെ മഴ പെയ്യുവാണ്. അപ്പോൾ എന്തായാലും ഇനിയൊരു വലിയ മഴയ്ക്ക് മുമ്പ് നമ്മൾ തിരിച്ചു പോകാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞാൻ കറങ്ങി തിരിഞ്ഞ് ഒരിക്കൽ കൂടി ഈ വലിയ കുളത്തിൻ്റെ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ ആ പാറയൊന്ന് കാണാം. അതുപോലെ തന്നെ ആ കുളം ചെറിയ തോതിൽ മഴയും കാര്യങ്ങളൊക്കെ പെയ്യുന്നുണ്ട്. നമ്മൾ തിരിച്ച് കയറി അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ഇതിനിങ്ങനെ ചുറ്റും നമുക്ക് നടക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പം എല്ലായിടത്തു നിന്നും നമുക്ക് ഈ കുളത്തിൻ്റെ ദൃശ്യങ്ങൾ പകർത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഏറ്റവും താഴെ വന്ന ഇത് ടാറിങ്ങിൻ്റെ പ്ലാന്റും അതുപോലെ തന്നെ നമ്മൾ ലോറി കൊണ്ടുവന്ന് മെറ്റിലും കല്ലൊക്കെ കയറ്റുന്ന സ്ഥലവും കൂടി ഇവിടെ തന്നെയുണ്ട്. ദൂരെ കാണുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.